പടുതോൽവിയിൽ ചെന്നൈ സൂപ്പർ കിങ്സ്. രാജസ്ഥാനോടൊറ്റ തിരിച്ചടിയിൽ പഞ്ചാബ് കിങ്സ്. വിജയം തേടി രാജാക്കന്മാർ ചണ്ഡീഗഡിൽ നേർക്കുനേർ. ചെന്നൈയുടെ തകർച്ചയുടെ ഞെട്ടലിലാണ് CSK ആരാധകർ. ആദ്യ മത്സരത്തിൽ ഏറ്റവും വലിയ എതിരാളികളായ മുംബൈയെ ചെപ്പോക്കിൽ വീഴ്ത്തി തുടങ്ങിയ ടൂർണമെന്റിൽ പിന്നീട് ഒരിക്കലും ചിരിക്കാനായിട്ടില്ല ധോണിക്കും കൂട്ടുകാർക്കും. തുടരെ 3 തോൽവികൾ. ചെന്നൈയുടെ തലയ്ക്കെതിരെ തന്നെയാണ് വിമർശനങ്ങളേറെയും. സത്യത്തിൽ ഇത്രയും വിമർശനം ധോണി അർഹിക്കുന്നുണ്ടോ? കീപ്പിംഗിൽ ഇപ്പോഴും ധോണിയുടെ മിന്നൽ പ്രകടനത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ബാറ്റിംഗിലും ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ട്. നഷ്ടമായത് മത്സരം ജയിപ്പിക്കാനുള്ള ഫിനിഷിംഗ് പാടവമാണ്. അവിടെ ധോണിയെ മാത്രം പഴിചാരുമ്പോൾ ടീം ലൈനപ്പിലെ മറ്റു താരങ്ങളെല്ലാം ഉത്തരവാദിത്തം മറക്കുകയാണെന്നതാണ് സത്യം. രച്ചിൻ രവീന്ദ്ര, ഡെവോൺ കോൺവേ, സാം കറൻ, ശിവം ദുബെ, വിജയ് ശങ്കർ, രവീന്ദ്ര ജഡേജ, ധോണി, അശ്വിൻ മികച്ച നിരയുണ്ട്. പക്ഷേ ജയമുറപ്പിക്കാവുന്ന പ്രകടനം ഒന്നിച്ചുണ്ടാകുന്നില്ല എന്നതാണ് ആശങ്ക. വിദേശ താരങ്ങളെ കൃത്യമായി ഉപയോഗിക്കുന്നതിലും ടീമിന് പിഴവുകൾ. പഞ്ചാബ് ആകട്ടെ രാജസ്ഥാനോട് തോറ്റെങ്കിലും ഈ IPL-ലെ ഏറ്റവും ശക്തമായ നിരയാണ്. സ്വന്തം മണ്ണിൽ ചെന്നൈയെ വീഴ്ത്താമെന്ന പ്രതീക്ഷയിലാണ് ശ്രേയസും കൂട്ടരും. ചരിത്രം പരിശോധിച്ചാൽ IPL-ൽ ചെന്നൈക്ക് വെല്ലുവിളി ഉയർത്താൻ പോകുന്ന സംഘമാണ് എന്നും പഞ്ചാബ്. നേർക്കുനേർ പോരിൽ 30-ൽ 16 മത്സരത്തിലാണ് ചെന്നൈ ജയിച്ചത്. 14 മത്സരങ്ങളിൽ പഞ്ചാബും ജയിച്ചു. 5ാം റൗണ്ട് പോരിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ആണ് എതിരാളികൾ. 4 മത്സരത്തിൽ 2 ജയവും 2 തോൽവിയുമാണ് ഇരു ടീമുകൾക്കും. ബാറ്റിംഗിൽ ആശങ്ക തുടരുന്നു കൊൽക്കത്തയ്ക്ക്. ഓപ്പണിംഗിൽ ക്വിന്റൺ ഡീകോക്കിന്റെ സ്ഥിരതയില്ലായ്മ വലിയ നിരാശ. 4 മത്സരങ്ങളിൽ 3-ലും 2 അക്കം കണ്ടില്ല. ബാറ്റർമാർ ഫോമിലെത്തിയാൽ കൊൽക്കത്തയ്ക്ക് ആശങ്കയില്ല. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തകർത്ത ആത്മവിശ്വാസവുമായാണ് കൊൽക്കത്ത ഇറങ്ങുന്നത്. മുംബൈയെ വീഴ്ത്തിയാണ് ലക്നൌ ഈഡൻ ഗാർഡൻസിലെത്തുന്നത്. ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ മോശം ഫോമാണ് ടീമിന്റെ ആശങ്ക. 4 മത്സരത്തിൽ പന്ത് നേടിയത് വെറും 19 റൺസ് മാത്രം. നേർക്കുനേർ പോരിൽ ലക്നൌവിന് മുൻതൂക്കം. 5 മത്സരങ്ങളിൽ 3-ൽ ലക്നൌവും 2-ൽ കൊൽക്കത്തയും ജയിച്ചു.